ആലപ്പുഴ മുനിസിപ്പൽ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ നശിക്കുകയാണ്. ലൈബ്രറി കെട്ടിടം മാറി പ്രവർത്തനം ആരംഭിച്ചെങ്കിലും പുസ്തകങ്ങൾ മാറ്റാത്തതാണ് പ്രതിസന്ധി. 1,00,000-ഓളം വരുന്ന ഗ്രന്ഥശേഖരമാണ് ചിതലെടുക്കുന്നത്. ആലപ്പുഴ മുനിസിപ്പൽ ലൈബ്രറി കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചാണ് ലൈബ്രറി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. പക്ഷേ പുസ്തകങ്ങൾ പകുതിയും ഇപ്പോഴും മാറ്റിയിട്ടില്ല. 1,00,000-ഓളം വരുന്ന പുസ്തക സമ്പത്ത് ഇന്ന് ചിതലെടുത്ത് നശിക്കുകയാണ്. അപൂർവ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെയുള്ള ശേഖരമാണ് ആലപ്പുഴ മുനിസിപ്പൽ ലൈബ്രറിയിലുള്ളത്. നൂറുകണക്കിന് വായനക്കാർക്ക് സ്വന്തമായിരുന്ന ഗ്രന്ഥശാല 1 വർഷം മുമ്പ് കെട്ടിടത്തിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണത് മുതൽ പ്രവർത്തനം മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അനുയോജ്യമായ കെട്ടിടം കിട്ടാത്തത് കാലതാമസമുണ്ടാക്കി. മാസങ്ങൾ പിന്നിട്ടതോടെ കെട്ടിടത്തിന്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമായി. ഭിത്തിയും വാതിലുകളും ജീർണിച്ചു. തടിയിൽ നിർമ്മിച്ച പടിക്കെട്ടുകളും നശിച്ചിരുന്നു. ഇതോടെ പഴയ മുനിസിപ്പാലിറ്റി കെട്ടിടത്തിലേക്ക് ലൈബ്രറിയുടെ പ്രവർത്തനം മാറ്റി. ഏതാനും പുസ്തകങ്ങൾ മാത്രമാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. കെട്ടിടാവശിഷ്ടങ്ങൾ തള്ളുന്നതിന്റെ ഒത്ത നടുവിൽ ആലപ്പുഴയുടെ ഗ്രന്ഥശാല പ്രവർത്തനം തുടങ്ങി. വായനക്കാരെത്തിയാൽ ലൈബ്രറിന് പോലും ഇരിക്കാൻ സൗകര്യമില്ലാത്ത സ്ഥലം. നല്ലൊരു ലൈബ്രറിയിലേക്ക് ഈ പുസ്തകങ്ങളെല്ലാം മാറ്റി ഇപ്പോൾ നല്ല രീതിയിൽ ഇത് പ്രവർത്തിപ്പിക്കുകയും തുടർന്ന് ഈ പൈതൃക കെട്ടിടത്തെ സംരക്ഷിച്ചാലും നിരവധി തവണ ഫണ്ടൊക്കെ വെക്കുകയൊക്കെ ചെയ്തിട്ടുള്ള, പക്ഷേ ആ ടെൻഡർ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് ഒരു ഏജൻസിക്കോ മറ്റോ കൊടുത്ത് ഇത് ചെയ്ത് പൂർത്തീകരിക്കുന്നതിൽ ഉണ്ടായ ഒരു പരാജയം ഒരു വലിയ പരാജയമാണ്. പൈതൃക പദ്ധതിയിൽപ്പെടുത്തി ലൈബ്രറി കെട്ടിടം പുനർനിർമ്മിക്കാൻ ആലോചനകൾ നടന്നെങ്കിലും മുന്നോട്ട് പോയില്ല. നിലവിൽ കെട്ടിടത്തിനുള്ളിൽ നശിക്കുന്ന അപൂർവ ഗ്രന്ഥങ്ങളടക്കം എവിടേക്ക് മാറ്റുമെന്ന മുനിസിപ്പൽ അധികൃതർക്കും ധാരണയില്ല. കെട്ടിടം അറ്റകുറ്റപ്പണി നടത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഉള്ള പുസ്തകങ്ങൾ മോശമാകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ആദ്യം വായന മുറി എന്ന രൂപത്തിൽ നമ്മൾ റീഡിംഗ് റൂം അവിടുന്ന് മാറ്റി നഗരസഭയുടെ പഴയ കെട്ടിടത്തിലേക്ക് റീഡിംഗ് റൂം ആരംഭിച്ചിട്ടുണ്ട്. പുസ്തകങ്ങൾ ക്രമം തെറ്റാതെ മാറുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്രയും വലിയൊരു നഗരസഭ ആയതുകൊണ്ട് പഴയ പുസ്തക ശേഖരമാണ്. അപ്പോൾ അത് ആ നിലയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എത്തിക്കാനായിട്ടുള്ള നടപടികൾ ഉടനടി സ്വീകരിക്കാൻ ഉള്ള ഇടപാട് ചെയ്യുന്നുണ്ട്. ലൈബ്രറി കെട്ടിടം പ്രവർത്തിച്ചിരുന്നത് നഗരഹൃദയത്തിലായിരുന്നു. പുതിയ കെട്ടിടം കണ്ടെത്തിയാലും നഗരത്തോട് ചേർന്ന് വേണമെന്നാണ് പുസ്തക പ്രേമികളുടെ ആവശ്യം. തെരഞ്ഞെടുപ്പ് കഴിയാതെ നടപടികൾ മുന്നോട്ട് പോവില്ല. അതുവരെ പഴയ കെട്ടിടത്തിലെ ചോർന്നൊലിക്കുന്ന മുറിയിലിരുന്ന പുസ്തകങ്ങൾ നശിക്കും. വായനയെ വളർത്താൻ സർക്കാരും ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളും നിരവധി പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ അലംഭാവത്തിൽ ഇത്രയധികം പുസ്തകങ്ങൾ വെറുതെ നശിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. വായന മരിക്കുന്നു എന്ന് പറയുന്ന ഈ കാലത്തും ഇത്തരം ഗ്രന്ഥാലയങ്ങൾ അത് ഒരു നാടിൻ്റെ വെളിച്ചമാണ്. അത്തരം ഗ്രന്ഥാലയങ്ങളെ നശിക്കാൻ അനുവദിക്കരുത്. അധികൃതർ ഇക്കാര്യത്തിൽ ഉണർന്ന് നടപടി സ്വീകരിക്കണം. ആലപ്പുഴയിലെ ഈ ഗ്രന്ഥശാലയെ അതിന് വെളിച്ചം നൽകുന്നതിനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.